വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകുന്നതിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് ഉദ്യോഗസ്ഥർക്കിടയിലും വ്യത്യസ്ത അഭിപ്രായമെന്ന രേഖകൾ. വീര്യം കുറഞ്ഞ മദ്യം വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാകുമോ എന്ന ആശങ്ക അടിസ്ഥാനമില്ലാത്തതാണെന്ന് നികുതി ജോയിന്റ് സെക്രട്ടറി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ വീര്യം കുറവെങ്കിലും ബക്കാർഡി ബ്രീസറും പ്ലസും മദ്യം തന്നെയെന്നും സ്കൂൾ കുട്ടികൾക്ക് മദ്യപാനത്തിലേക്കുള്ള ചവിട്ടുപടിയാകുമെന്നുമുള്ള മുന്നറിയിപ്പ് എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് നൽകിയിരുന്നു. ബക്കാർഡി പ്ലസ് സ്ത്രീ സൗഹൃദവും ലിംഗഭേദമില്ലാതെയും ആർക്കും ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. 2008 തന്നെ കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യവിതരണത്തിന് നീക്കം തുടങ്ങിയ ബക്കാർഡി ആദ്യ 2 പിണറായി സർക്കാരുകളിലെ 3 എക്സൈസ് മന്ത്രിമാർക്കും കത്ത് നൽകിയിരുന്നു. നിർണായക രേഖകളുടെ പകർപ്പുകൾ ന്യൂസ് 18 ലഭിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോൺഗ്രസിലും UDF-ലും വിവാദങ്ങൾക്ക് വഴിവെച്ചതിനിടയിലാണ് കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തും, അതായത് ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്തും മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, പ്രത്യേകിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു എന്നതിന്റെ രേഖകൾ പുറത്തു വരുന്നത്. ടാക്സ് സെക്രട്ടറി പൂർണ്ണമായും ഈ നീക്കത്തെ അനുകൂലിച്ചപ്പോൾ, ഇത് മദ്യവ്യാപനത്തിന് വഴിവെക്കില്ല നിലപാടെടുത്തപ്പോൾ, വിദ്യാർത്ഥികളെ ഇതിലേക്ക് ആകർഷിക്കില്ല നിലപാടെടുത്തപ്പോൾ, എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് ഈ വീര്യം കുറഞ്ഞതാണെങ്കിലും ബക്കാർഡി ഫ്രീസറും അതുപോലെ തന്നെ ബക്കാർഡി പ്ലസും മദ്യത്തിൻ്റെ ഗണത്തിൽ പെടുത്തേണ്ടത് തന്നെയാണ്, മദ്യം തന്നെയാണ്. അത് വിദ്യാർത്ഥികൾക്ക് മദ്യപാനത്തിലേക്ക് ചവിട്ടുപടിയായി മാറുമെന്ന ആശങ്ക. അതുകൊണ്ട് തന്നെ അതിന് അനുമതി നൽകരുതെന്ന നിർദ്ദേശം എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് നൽകിയതിന് രേഖകളാണ് പുറത്തു വന്നത്. മാത്രമല്ല, അതിനുശേഷവും ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് സർക്കാർ ആ നടപടികളുമായി മുന്നോട്ട് പോയത്. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യണമെന്ന ബക്കാർഡിയുടെ അപേക്ഷ 2008 മുതൽ വിവിധ സർക്കാരുകൾക്ക് മുന്നിലുണ്ട്. 2006 VS സർക്കാരിൻ്റെ മുന്നിൽ എക്സൈസ് മന്ത്രി ഗുരുദാസനായിരുന്നു അന്ന് ഈ അപേക്ഷ ലഭിച്ചത്. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർച്ചയായി വന്ന 1ാം പിണറായി സർക്കാരിൽ എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ അദ്ദേഹത്തിന് മുന്നിലും, അതിനുശേഷം 2ാം പിണറായി സർക്കാരിലെ മന്ത്രിമാരായ MP രാജേഷിനും MV ഗോവിന്ദനും മുന്നിൽ ബക്കാർഡി അപേക്ഷ നൽകിയിരുന്നു. അതിൽ അവർ ബക്കാർഡി ബ്രീസറും അതുപോലെ പ്ലസും വീര്യം കുറഞ്ഞ മദ്യമാണ്, അത് സ്ത്രീ സൗഹൃദ മദ്യമാണ്, ലിംഗഭേദമിനെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന മദ്യമാണ്, മാത്രമല്ല ഈ മദ്യം വിതരണം ചെയ്താൽ ഇതിന് വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകി അത് മദ്യവ്യാപനത്തിന് ഇടയാക്കുകയല്ല, മറിച്ച് വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കും, സർക്കാരിന് അധിക നികുതി വരുമാനം കിട്ടുമെന്ന് അടക്കമുള്ള ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ കൂടി അടങ്ങിയ കത്താണ് അന്നത്തെ മന്ത്രി MV ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് ബക്കാർഡി നൽകിയത്. ഏതായാലും ബക്കാർഡിയുമായി ബന്ധപ്പെട്ട ഈ മദ്യ നികുതി തീരുമാനം ഇപ്പോഴും കോൺഗ്രസ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നിയമസഭയിൽ 1-ാം തീയതി ധനബില്ല് വരും, അതിൽ ഇത് ഉൾപ്പെടുത്തി പാസാക്കിയെടുക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ നീക്കം. മദ്യനികുതി വിവാദം കത്തിനിൽക്കെ വിഷയം വിശദമായി ചർച്ച ചെയ്യാൻ കോൺഗ്രസും UDF-ഉം. വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്താനുള്ള സാഹചര്യം നേതൃത്വങ്ങളെ ബോധ്യപ്പെടുത്താനാകും മുഖ്യമന്ത്രി ശ്രമിക്കുക. സമ്പൂർണ്ണ മദ്യനിരോധനം ഇപ്പോൾ സാധ്യമല്ലെന്നും വീര്യം കുറഞ്ഞ മദ്യം എങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കി കുടിച്ച് മദ്യദുരന്തം ഉണ്ടാകുമെന്നുമായിരുന്നു K. മുരളീധരന്റെ പ്രതികരണം. അല്ല, അതൊക്കെ പാർട്ടിയും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതങ്ങനെ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ മയക്കുമരുന്ന് അതുപോലെയല്ല. മയക്കുമരുന്ന് ഒരിക്കൽ അതിൻ്റെ അകത്ത് പെട്ടുപോയാൽ പിന്നെ മോചനമില്ല, പ്രത്യേകിച്ച് യങ് ജനറേഷനെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് അത് കംപ്ലീറ്റായിട്ട് തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മദ്യത്തിൻ്റെ കാര്യത്തിൽ അതിപ്പോഴും ഉപയോഗിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവരെ മാനസാന്തരപ്പെടുത്തി കൊണ്ടുവരണം. അതിനാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകളുടെ എണ്ണം കുറച്ച് വന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇഷ്ടം പോലെ കൊടുത്തതിൻ്റെ ദുരന്തമാണ് ഇന്ന് സംസ്ഥാനം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്നതിനാ. അല്ലാതെ ഈ സ്ഥിരം കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, എന്തായാലും കുടിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി കുടിച്ച് ദുരന്തം ഉണ്ടാക്കും. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്ന അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് മുമ്പ് സർക്കാർ ഈ ബിവറേജ് കോർപ്പറേഷൻ കൊണ്ടുവന്നത്. ഒരിക്കലും മദ്യം ഉപയോഗിക്കാത്ത ആളായിരുന്നു V. കരുണാകരൻ. അദ്ദേഹമാണ് ഈ ബിവറേജ് കോർപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ കാലത്താണ് കൊണ്ടുവന്നത്. എന്താ കാരണം? അന്ന് ഈ കുടിയന്മാരെന്തായാലും സമൂഹത്തിൽ കുറേ ആൾക്കാരുണ്ട്, പക്ഷേ അവർക്ക് കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കുക, അതായിരുന്നു ഉദ്ദേശം. ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഒരു അർത്ഥം അത് തന്നെയാണ്. പക്ഷേ ഇത് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനാണ് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റ് ഘട്ടം ഘട്ടമായി ഇത് ഇല്ലാതാക്കുക. അതേസമയം സർക്കാർ പിന്മാറുമെന്ന സൂചന നൽകുന്നതായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ. UDF തീരുമാനിക്കും എന്ന് ഇവിടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമൻസും UDF തീരുമാനിക്കും എന്നുള്ള നിലയിലാണ്
ഈ ജനസമൂഹത്തിൻ്റെ ശബ്ദം UDF കേൾക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതും മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ഒരു നീക്കത്തിന് കൂടുതൽ കരുത്ത് പകരത്തില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു നിലപാട് വേണം. ഞാൻ പറഞ്ഞത് നമ്മളൊരു നല്ല കാര്യത്തിന് വന്നിട്ട് വളഞ്ഞു കെട്ടി ഒരു കുഴപ്പത്തിൽ കൊണ്ട് ചെന്ന് എത്തിച്ചേ അടങ്ങൂ എന്നൊരു വാശി എന്തിനാ? നമുക്ക് നന്മയ്ക്ക് വേണ്ടി നിൽക്കാം. തീരുമാനം തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും മന്ത്രി AP അനിൽകുമാർ പ്രതികരിച്ചു. മറിച്ചുള്ള രാഷ്ട്രീയമായ നിങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തന്നെ അത് വ്യക്തമാക്കിയതാണ്. ഞങ്ങൾ അത് വളരെ വ്യക്തമായി തന്നെ അത്തരം കാര്യങ്ങൾ നമുക്കറിയാം. ഇന്ന് എക്സൈസ് വകുപ്പുണ്ട്. നമുക്ക് ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും ഇവിടെ ഔദ്യോഗികമായി നമുക്ക് ഔട്ട്ലെറ്റുകളും കാര്യങ്ങളും എല്ലാം ഉള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ അത് കഴിഞ്ഞ കാലത്തെ പോലെ ഏകപക്ഷീയമായിട്ടല്ല. ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്തിട്ടേ അതിലേക്ക് പോകൂ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇതിനകത്ത് എടുത്തൊരു എന്തെങ്കിലും നിലപാടെടുക്കുകയാണെങ്കിൽ പാർട്ടി നേതൃത്വവുമായിട്ടും മുന്നണിയുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കൂ. അത് പറഞ്ഞൊരു സാഹചര്യത്തിൽ അതിനകത്ത് പ്രസക്തിയില്ല. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെന്റിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയല്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് ലീഡർഷിപ്പ് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഉൾക്കൊള്ളും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.